ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അതിൻ്റെ കൂടെ തന്നെ സൈഡ് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു പാൻറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 മീറ്റർ ഫാബ്രിക്കാണ്. ഈ ഒരു ഫാബ്രിക് വരുന്നത് ക്ലോത്ത് മസ്ലിനാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിനെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ മെഷർമെൻറ്റ്സിലാണ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കുന്നത്. അത് സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നവരും ഉണ്ട്. പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ഒത്തിരി ടൈറ്റിലല്ല കേട്ടോ, കുറച്ചൊരു ലൂസിലാണ് ഈ ഒരു പാൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ നോക്കുന്നത്. ലെങ്ത്ത് എത്ര കിട്ടുന്നത് നോക്കുന്നത്. എനിക്കിവിടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് കിട്ടേണ്ടത് 38 ഇഞ്ചസ് ആണ്. അപ്പോൾ എനിക്കിവിടെ 42 ഇഞ്ചസ് ടോട്ടൽ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാനും അതേപോലെ താഴെ ഭാഗത്ത് 2 ഇഞ്ച് മടക്കി തയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സ് അത്രയും വേണം. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ് കേട്ടോ. ടോട്ടൽ വേസ്റ്റ് ലെങ്ത് വരുന്നത് 36 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിനെ 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് 9 ഇഞ്ചസ് വരും. അതിലേക്ക് നമ്മളൊരു 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 12 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു 3 ഇഞ്ച് ഉണ്ടല്ലോ, അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ചുരുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഇലാസ്റ്റിക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സ് കണക്കാക്കേണ്ടത്. ഈ ഒരു പാൻറ്റിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കാണ് നമ്മൾ എപ്പോഴും പാൻറ്റിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇനി മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഒരു ഏരിയയാണ്. അപ്പോൾ ക്രോച്ച് ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ താഴേന്നും ഒരു 12 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രോസ് ലെങ്ത്തിൻ്റെ ആ ഒരു കോർണർ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെയാണ് നമ്മുടെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോച്ച് ഏരിയൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മിഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം 12 ഇഞ്ചായിരുന്നു മുകൾ ഭാഗത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴേക്ക് 2.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ഞാൻ ക്രോച്ച് ഏരിയയ്ക്ക് വേണ്ടി എടുത്തപ്പം എനിക്ക് ടോട്ടൽ 15.5 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ 7.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ മിഡിൽ ഭാഗം കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ മിഡിൽ മാർക്ക് ചെയ്തെടുത്തില്ലേ, അവിടുന്ന് അങ്ങോട്ട് താഴേക്കും നമ്മൾ ആ ഒരു മിഡിൽ വരച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇനിയിപ്പോൾ താഴെ എന്നില്ലെങ്കിലും ജസ്റ്റ് താഴെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് പാൻറ്റിൻ്റെ മിഡിൽ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയും ആ ഒരു മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടും 4 ഇഞ്ച് അങ്ങോട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തു നിന്നും ഇതുപോലെ ഈ ഒരു ലെഗിൻ്റെ സ്കെയിൽ ഉണ്ടല്ലോ, ആ ഒരു മെഷർമെൻറ്റ്സിൽ ചെറിയൊരു വളവിലാണ് ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ താഴെ ഭാഗത്തൊരു 4 ഇഞ്ച് ആ മിഡിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടും ഈ ഒരു കോർണറിൽ നിന്ന് താഴേക്ക് ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അങ്ങോട്ടുമാണ് ഈ ഒരു മെഷർമെൻറ്റ്സിൽ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ടും ബാക്കും എല്ലാം ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ടോട്ടൽ 4 പീസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതിനെ തന്നെ 2 വിധത്തിൽ കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ. ഫ്രണ്ട് പീസിനേക്കാളും എക്സ്ട്രാ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞാനിത് ഓൾറെഡി ആദ്യം തന്നെ കുറച്ച് ലൂസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിത് അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ ഈ ഒരു പാൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ, 2 പീസ് മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സൈഡ് പോക്കറ്റ് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്ന രൂപത്തിലാണ് കേട്ടോ ഞാനിതിനെ
വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തില്ല, അതിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഒരു 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ആ ഒരു ലെങ്ത്തിനനുസരിച്ചാണ് ഈ ഒരു ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് അങ്ങോട്ട് ഒരു 6 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, ആ ഒരു ജോയിൻറ്റിനൊക്കെ എന്ത് ചെയ്യണം, നമ്മളിതുപോലെ ഒരു സ്കെയിൽ വരച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ആ ഒരു ഭാഗം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പും കൂടെ ഇതിന് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെ ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കോർണറൊക്കെ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടാണ് ഈ ഒരു പോക്കറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കർവിലായിട്ടാണ് വരച്ചെടുക്കുന്നത്. പിന്നെ താഴെ ഭാഗത്ത് നമ്മളൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തില്ലേ, അവിടുന്ന് മുതലാണ് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പോക്കറ്റിനെ കട്ടിംഗ് ഒന്നും കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എൻ്റെ ആ ഒരു പ്ലാനിങ് ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 1.5 പണിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പോക്കറ്റ് വെക്കേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ക്രോച്ച് ഏരിയയുടെ ഒരു ഭാഗത്താണ്. അപ്പോൾ വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ക്രോച്ച് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ മിഡിൽ ഭാഗമാണ് വരുന്നത്, സൈഡിലേക്കല്ലേ ഈ ഒരു പോക്കറ്റ് വരേണ്ടത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ഈ ഒരു പോക്കറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ആദ്യമേ ഒഴിച്ചിട്ടിട്ട് വേണമായിരുന്നു നമ്മൾ ചെയ്തെടുക്കാൻ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് മറ്റേ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ കട്ടിങ് ഒന്നും കൂടാതെ തന്നെ ആ ഒരു പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കൈയിടുന്ന ഭാഗം, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കട്ടിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് ക്രോച്ച് ഏരിയയുടെ ഭാഗത്തായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു സൈഡ് ഭാഗം കൂടി നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ 4 പീസാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. അതിൽ 2 പീസിലാണ് കേട്ടോ ഇതുപോലെ പോക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തത്. ഒരു ഭാഗത്താണ് പോക്കറ്റ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം കിട്ടിയ പണി ഇതായിരുന്നു. അപ്പം ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇത് രണ്ടായിരുന്നു നമ്മൾ പോക്കറ്റിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിനി ആ ഭാഗം കട്ട് ചെയ്തിട്ട് ആ പോക്കറ്റിനെ ഈ ഭാഗത്തേക്ക് വെച്ച് കൊണ്ടുവരണം. ഇതിപ്പോൾ നമ്മുടെ പാൻറ്റിന് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. നമ്മുടെ ഒരു പോക്കറ്റിനെ കട്ടിങ് ഒന്നും കൂടാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതാണിപ്പോൾ ഫ്ലോപ്പായി പോയത്. അപ്പോൾ ആ ഒരു ഭാഗത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കണ്ടെത്തിയിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 4 പീസാണ് ടോട്ടൽ ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ക്രോച്ച് ഏരിയയാണ്. എല്ലാം ഞാൻ ഡബിൾ സ്റ്റിച്ചാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഭാഗത്തെ ക്രോച്ച് ഏരിയ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിച്ചാക്കി ചെയ്തെടുക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ തന്നെ മറ്റൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഒരു പൊടിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്കാണ് നമ്മുടെ ആ ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിന് പകരം 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ആണ് ഈ പോക്കറ്റ് വെക്കുന്നതെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ആ ഇലാസ്റ്റിക് മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു പോക്കറ്റിൻ്റെ കോർണറിൻ്റെ ആ ഒരു മുകൾ ഭാഗം കുറച്ച് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെനിക്കിത് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രശ്നം വന്നത് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ ഞാൻ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 2 ഇഞ്ച് മുതൽ ആ ഒരു ഷേപ്പിൽ, ആ പോക്കറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ആ 2 ഇഞ്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് ഈ ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിർത്തി വെക്കുക. ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ആ ഒരു ഭാഗം എത്തുമ്പോൾ അവിടെ ഒന്ന് നിർത്തി വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ട് നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ എഡ്ജിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ താഴെ ഭാഗത്ത് നമ്മൾ ആ മാർക്ക് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴും നമ്മൾ ഇതുപോലെ ആ ഒരു സൂചി അവിടെ കുത്തി വെച്ചിട്ട് പിന്നെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് 2 or 3 സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത് നന്നായിരിക്കും. നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഇടാനുള്ളതാണല്ലോ, അപ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ ഉള്ളത് കാരണം 2-3 സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഈ ഒരു പാൻറ്റിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ പാൻറ്റിൻ്റെ ഏകദേശം നമ്മൾ എത്തിയിട്ടോ. ഇതിൻ്റെ ഈ ഒരു ക്രോച്ച് ഏരിയൻ്റെ ആ ഒരു ഭാഗത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ആ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും പാൻറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിൽ നിന്നാണല്ലോ പുതിയ പാഠങ്ങൾ പഠിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് ആണ് പ്രാധാന്യം. അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ അതെങ്ങനെ നേരെയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാൻറ്റിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിതുപോലെ 2ആയിട്ട് മടക്കി എടുത്തിട്ടാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു എഡ്ജ് മടക്കി തയ്ക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ആദ്യമേ മാർക്ക് ചെയ്തെടുത്തിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ എടുത്തിട്ടുള്ളത് 36 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും 4 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ട് വേണം ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 32 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സൈഡ് പോക്കറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.